ഹലോ, പുതിയതായിട്ട് ബിസിനസ് തുടങ്ങുന്നവരും അതുപോലെ തന്നെ ഓൾറെഡി ബിസിനസ്സിലുള്ളവരും നേരിടുന്ന ചെറിയൊരു പ്രശ്നമാണ് അവരുടെ പ്രൊഡക്റ്റിനും സർവീസിനും എന്ത് വിലയിട്ട് വിൽക്കണം എന്നവർക്ക് കൃത്യമായിട്ട് അറിയില്ല. ചുമ്മാ ഒരു വില ഇടാറുണ്ട്, പക്ഷെ അത് തന്നെയാണോ കറക്റ്റ് പ്രൈസ്? അതിൽ കൂട്ടണോ കുറയ്ക്കണോ? ഇതൊക്കെ ചില സമയത്ത് കൺഫ്യൂഷൻ വരാറുണ്ട്. അതിനുള്ള സൊല്യൂഷനാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമുക്കൊരു പ്രൊഡക്റ്റിനോ സർവീസിനോ വില ഇടുമ്പോൾ ആദ്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതിൻ്റെ ഡയറക്റ്റ് കോസ്റ്റ് എത്രയാണ്, അത് നമുക്ക് എത്ര രൂപക്കാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ എത്ര രൂപയാണ് അത് മേക്ക് ചെയ്ത് വരുമ്പോൾ നമുക്ക് ചിലവാകണം. ആ കറക്റ്റ് കോസ്റ്റ് അറിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കുറച്ച് വരെ നമുക്ക് വിൽക്കാം എന്നുള്ള ആ ലോവസ്റ്റ് പോയിന്റ് നമുക്ക് കിട്ടും. എത്ര രൂപക്ക് വരെ ഏറ്റവും കുറഞ്ഞത് നമുക്ക് വിൽക്കാം എന്നുള്ളത് നമുക്ക് അവിടെ കിട്ടുകയാണ്. ഇനി അതിന് ശേഷമാണ് നമ്മൾ ട്രയൽ ചെയ്ത് കൊണ്ടുപോയി ഏതാണ് കറക്റ്റ് പ്രൈസ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ഇപ്പം നിങ്ങളുടെ പ്രൊഡക്റ്റിന് 10 രൂപയാണ് കോസ്റ്റ് വന്നെങ്കിൽ 11 രൂപയ്ക്ക് വിറ്റാലും നമുക്ക് ലാഭമുണ്ട്, ചെറിയൊരു രൂപ ലാഭം കിട്ടുന്നുണ്ട് ഗ്രോസിൽ. ഇപ്പം ഇവിടെ ഏറ്റവും കുറഞ്ഞ വിലയല്ല ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള റൈറ്റ് പ്രൈസ്. ലോവസ്റ്റ് പ്രൈസ് അല്ല റൈറ്റ് പ്രൈസ്. റൈറ്റ് പ്രൈസ് എന്ന് പറയാൻ നേരത്ത് നമുക്ക് ലാഭം നല്ല രീതിയിൽ കിട്ടുകയും വേണം. എന്നാൽ അതേസമയം നമ്മൾ ലാഭം എടുക്കുന്നതിൻ്റെ പേരിൽ നമുക്ക് വില കൂട്ടുമ്പോൾ നമുക്ക് ഓർഡർ കുറയാനും പാടില്ല. ഇപ്പം ഇവിടെ നമ്മൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് വിൽക്കുമ്പോൾ പറ്റണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് കണ്ടുപിടിച്ച് ഏറ്റവും കുറഞ്ഞ വിലക്ക് വിൽക്കാൻ നേരത്ത് കസ്റ്റമേഴ്സ് കൂടുതൽ തരാൻ വില്ലിങ് ആയിരിക്കും. പക്ഷേ നമ്മൾ ഏറ്റവും കുറഞ്ഞ വില ഇട്ടേക്കണോണ്ട് കസ്റ്റമർ ആ വില തന്ന് വാങ്ങിയിട്ട് പോകുള്ളൂ. ആരും കൂടുതൽ വില നമുക്ക് തരില്ലല്ലോ, കാരണം നമ്മൾ ഏറ്റവും കുറഞ്ഞ പ്രൈസാണ് ഇട്ടേക്കണത്. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ടിയിരുന്ന ലാഭം നഷ്ടമാവും. കസ്റ്റമേഴ്സ് വില്ലിങ് ആയിരുന്നു തരാൻ, പക്ഷേ നമ്മൾ ഏറ്റവും കുറഞ്ഞ വില ഇട്ടേക്കണോണ്ട് നമ്മൾ കോസ്റ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. അപ്പോൾ ഏറ്റവും കുറഞ്ഞ വില ഇട്ടേക്കണോണ്ട് നമുക്ക് കിട്ടേണ്ടിയിരുന്ന ലാഭം അവിടെ നഷ്ടമാവുകയാണ്. അതായത് പ്രൊഡക്റ്റ് ചീപ്പാണെങ്കിൽ നമുക്ക് കൂടുതൽ ഓർഡർ കിട്ടും, പക്ഷെ ഒരുപാട് ചീപ്പ് പ്രൈസിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടേണ്ടിയിരുന്ന ലാഭം നമുക്ക് നഷ്ടമാവും. പ്രൊഡക്റ്റ് വില കൂടിക്കഴിഞ്ഞാലോ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വില കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓർഡറുകൾ തീരെ കിട്ടാതെ വരും, അല്ലെങ്കിൽ വളരെ കുറച്ച് ഓർഡറുകൾ മാത്രമാണ് കിട്ടുള്ളൂ. അപ്പോൾ ഏറ്റവും കുറഞ്ഞാലും പ്രശ്നമാണ്, ഏറ്റവും കൂടിയാലും പ്രശ്നമാണ്. അത് ആ പ്രൈസ് റേഞ്ചിൻ്റെ ഏതോ ഒരു പോയിന്റിൽ കറക്റ്റ് പ്രൈസ് കിടക്കുന്നുണ്ട്, അത് കണ്ടുപിടിക്കലാണ് നമ്മളുടെ ലക്ഷ്യം. ആ സ്റ്റാർട്ടിങ്ങും ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് മുതൽ ഹയസ്റ്റ് പോയിന്റ് അതിൻ്റെ ഇടയിൽ എവിടെയോ ഒരു റൈറ്റ് പ്രൈസ് കിടക്കുന്നുണ്ട്. ഇതെങ്ങനെ കണ്ടുപിടിക്കുക? നമുക്ക് നല്ല ലാഭവും കിട്ടണം, അതോടൊപ്പം തന്നെ ലാഭം എടുക്കുന്നതിൻ്റെ പേരിൽ വില കൂടിപ്പോയി ഓർഡറുകളുടെ എണ്ണവും കുറയാൻ പാടില്ല. ഇത് നമ്മൾ കൃത്യമായിട്ട് കണ്ടുപിടിക്കുന്നിടത്താണ് നമുക്ക് റൈറ്റ് പ്രൈസ് കിട്ടുന്നത്. അങ്ങനെ റൈറ്റ് പ്രൈസ് കിട്ടിയാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഓർഡറുകളുടെ എണ്ണവും കുറയില്ല, ലാഭവും നമുക്ക് നല്ല രീതിയിൽ കിട്ടും. നമുക്ക് 2 രീതിയിൽ ഇത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഒന്നാമതായിട്ടുള്ളത് നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമർ ബേസിൽ നമ്മൾ സർവേ നടത്തണം. അതെങ്ങനെയാണെന്ന് പറയാം. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണം നിങ്ങളുടെ ഷോപ്പിൽ നിങ്ങളായിട്ട് തന്നെ പരീക്ഷിച്ച് നോക്കാം. അങ്ങനെ ഏത് പോയിന്റിൽ വെച്ചിട്ടാണ് നമുക്ക് ഇപ്പോൾ നിങ്ങളുടെ 100 രൂപയ്ക്കാണ് നിങ്ങൾ വിറ്റുകൊണ്ടിരിക്കണമെന്ന് വിചാരിക്കുക. അതിനെ 125 ആക്കുമ്പോഴും ഡെയിലി നിങ്ങൾക്ക് 10 ഓർഡർ തന്നെ കിട്ടുന്നുണ്ട്. 100-ന് വിൽക്കുമ്പോഴും 10 ഓർഡർ ഉണ്ട്, 125-ന് വിൽക്കുമ്പോഴും 10 ഓർഡർ തന്നെ കിട്ടുന്നുണ്ട്. എന്നാൽ പിന്നെ എന്തിനാണ് 100-ന് വിൽക്കണം, 125-ന് വിറ്റൂടെ? ഇനി അതിനെ നിങ്ങൾ 150 ആക്കി, അപ്പോഴും 10 ഓർഡർ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാലം നിങ്ങൾ 100-ന് വിറ്റുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾക്ക് നഷ്ടമാണ് സംഭവം. ലാഭമുണ്ട് 100-ന് വിൽക്കുമ്പോഴും, പക്ഷേ 150-ന് വിൽക്കുമ്പോഴും സെയിം ഓർഡർ തന്നെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ കിട്ടേണ്ടിയിരുന്ന ലാഭം നിങ്ങളവിടെ നഷ്ടത്തിൽ വരുത്തില്ല, ലാഭത്തിൽ നഷ്ടം സംഭവിച്ചല്ലോ. അപ്പോൾ ആ റൈറ്റ് പോയിന്റ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏത് മാർക്കറ്റിലും ഡിഫറെൻറ്റ് റേഞ്ചിലുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്. അതായത് ചില കസ്റ്റമേഴ്സ് കുറച്ചേ പേയ്മെൻറ്റ് തരും, ചിലവർ ഒരു മിഡ് റേഞ്ചിൽ പേയ്മെൻറ്റ് തരും, ചിലവർ നല്ല പ്രീമിയത്തിൽ പേ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവരുണ്ട്. അപ്പോൾ എല്ലാ പ്രൈസ് റേഞ്ചിലും ഏത് മാർക്കറ്റ് എടുത്തു നോക്കിയാലും അങ്ങനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കുറഞ്ഞ വില തരുന്നവരുണ്ട്, എന്നാൽ അവരുടെ ബഡ്ജറ്റിൽ ഒതുങ്ങിയ പ്രൈസ് തരാൻ ഒരു മിഡ് റേഞ്ചിലൊക്കെ നിൽക്കുന്നവരുണ്ട്, പ്രീമിയം പ്രൈസ് തരാൻ തയ്യാറായിട്ടുള്ളവരുണ്ട്. നമുക്ക് എപ്പോഴാണ് ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ വിഭാഗം കസ്റ്റമേഴ്സിനെയും നമ്മളുടെ ആ ഒരു പ്രൊഡക്റ്റിലേക്ക് ആകർഷിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മളുടെ ആ ബിസിനസ്സിലേക്ക് എല്ലാവർക്കും ആക്സസ് കൊടുക്കുമ്പോഴാണ് നമുക്ക് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ആക്സസ് കൊടുക്കണമെങ്കിൽ നമ്മളുടെ ഡിഫറെൻറ്റ് പ്രൈസ് പോയിന്റുകൾ നമ്മൾ കണ്ടുപിടിക്കണം. ഇതിന് 3 തരത്തിലുള്ള പ്രൈസിങ് നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഏറ്റവും കുറഞ്ഞ പേയ്മെൻറ്റ് മുടക്കാൻ തയ്യാറായിട്ടുള്ള കസ്റ്റമേഴ്സിന് ലോ സെഗ്മെൻറ്റ് പ്രൈസ് കൊടുക്കാം, പിന്നെ ഒരു സ്റ്റാൻഡേർഡ് സെഗ്മെൻറ്റ് പ്രൈസ് കൊടുക്കാം, പിന്നെ ഒരു പ്രീമിയം സെഗ്മെൻറ്റ് പ്രൈസ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും.
ഇങ്ങനെ 3 തരത്തിലുള്ള പ്രൈസിങ് ഓപ്ഷൻസ് കൊടുക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ആക്സസ് കിട്ടുകയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 3 പ്രൈസ് ഓപ്ഷൻസ് കൊടുക്കാൻ നേരത്ത് ഈ 3 പ്രൈസിനും അതിൻ്റേതായ വാല്യൂ ഉണ്ടായിരിക്കണം. ആദ്യം നമ്മൾ കണ്ടെത്തേണ്ടത് നമ്മുടെ പ്രൈസ് റേഞ്ചാണ്. അതായത് നിങ്ങളുടെ ആ പ്രൊഡക്റ്റിന് മാർക്കറ്റിൽ ഏറ്റവും കുറഞ്ഞ വിലക്ക് വിൽക്കുന്നത് ആരാണ്, അവരുടെ പ്രൈസ് നമ്മൾ എടുക്കുക. തരക്കേടില്ലാത്ത ഒരു മിഡ് റേഞ്ചിൽ വിൽക്കുന്നത് ആരാണ്, അവരുടെ പ്രൈസ് എടുക്കുക. ഒരു പ്രീമിയം പ്രൈസ് എടുക്കുക. ഇങ്ങനെ 3 എടുത്തിട്ട് അപ്പോൾ നമുക്ക് പ്രൈസ് റേഞ്ച് മനസ്സിലാവും, എവിടെ തുടങ്ങി എവിടെയാണ് അവസാനിക്കുന്നത്. ഒരുപാട് കൂടുതൽ വിൽക്കുന്ന ലക്ഷറി ബ്രാൻഡുകളുടെ ഒന്നും നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. ആ മാർക്കറ്റിൽ സാധാരണ മത്സരിച്ചുകൊണ്ടിരിക്കുന്നവരുടെ പ്രൈസ് റേഞ്ച് എടുക്കുക. അപ്പോൾ നമുക്ക് ആ വില്ലിങ്നെസ് മനസ്സിലാവും. കസ്റ്റമേഴ്സ് എവിടെ മുതൽ എവിടെ വരെ പേ ചെയ്യാൻ തയ്യാറാണ് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ സർവീസിന്, എവിടെ മുതൽ എവിടെ വരെ പേ ചെയ്യാൻ അവർ തയ്യാറാണെന്നുള്ള ആ പ്രൈസ് റേഞ്ച് നമ്മൾ കണ്ടെത്തുക. ഈ പ്രൈസ് റേഞ്ച് കണ്ടെത്തിയതിന് ശേഷം എല്ലാ കസ്റ്റമേഴ്സിനും ആക്സസിബിൾ ആവുന്ന രീതിയിൽ നമ്മളുടെ പ്രൊഡക്റ്റിന് പ്രൈസ് ഇടാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പടി കയറുമ്പോഴും ഇപ്പോൾ ചെറിയ ലോ പ്രൈസിലുള്ളതിനേക്കാളും വാല്യൂ ഉണ്ടായിരിക്കണം അതിൻ്റെ സ്റ്റാൻഡേർഡ് പ്രൈസിന്, രണ്ടാമത്തെ തട്ടിന്. മൂന്നാമത്തെ തട്ടിന് അതിൻ്റെ പ്രീമിയം പ്രൈസിങ്ങിന് കുറച്ചും കൂടി വാല്യൂ നമ്മൾ കൂട്ടണം. ഇപ്പോൾ ഒരു ഉദാഹരണം പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ ഇപ്പോൾ സാംസങ്ങിൻ്റെ തന്നെ S24, S24 പ്ലസ്, S24 അൾട്ര, ഈ 3 രീതിയിൽ അവർ പ്രൊഡക്റ്റ് പുറത്തിറക്കുന്നുണ്ട്. അപ്പോൾ കുറഞ്ഞ സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ പ്രൈസ് തരാൻ ആഗ്രഹമുള്ളവർക്ക് അവരുടെ ബേസ് മോഡൽ എടുക്കാം, S24 എടുക്കാം. S24നെ അപേക്ഷിച്ച് S24 പ്ലസിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി വലിയ ഡിസ്പ്ലേ ആയിരിക്കും, അതുപോലെ ബാറ്ററി ചാർജ് കൂടുതലായിരിക്കും, ക്യാമറക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ പ്രത്യേകത ഉണ്ടാവും. S24 പ്ലസ് കഴിഞ്ഞ് അതിൻ്റെ തൊട്ട് മേലുള്ള അൾട്രയ്ക്ക് സൂമിങ് കൂടുതലായിരിക്കും, ഡിസ്പ്ലേ കുറച്ചും കൂടി വലുതായിരിക്കും, ബാറ്ററി ചാർജ് കുറച്ചും കൂടി അധികം കിട്ടും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാല്യൂ കസ്റ്റമേഴ്സ് എന്തിനാണോ വാല്യൂ കൊടുക്കുന്നത് അത് ലോ സെഗ്മെൻറ്റിൽ ഉണ്ടാവില്ല, അത് രണ്ടാമത്തെ സെഗ്മെൻറ്റിൽ ഉണ്ടാവുള്ളൂ. അതിനേക്കാൾ കൂടുതൽ പ്രൈസ് ഒരാൾ തരാൻ തയ്യാറാണെങ്കിൽ അവർക്ക് കൂടുതൽ വാല്യൂ കൊടുക്കണം. ഇങ്ങനെ കൊടുത്തില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഏറ്റവും കുറഞ്ഞത് പിക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് പ്രൈസ് ഓപ്ഷൻ കൊടുക്കുമ്പോഴും വെറുതെ അങ്ങ് കൊടുക്കരുത്, ഓരോന്നിനും അതിൻ്റേതായ മൂല്യം ഉണ്ടായിരിക്കണം. ഇവിടെ നമ്മൾ കണ്ടെത്തേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് വില്ലിങ്നെസ്, ഏത് പോയിന്റ് മുതൽ ഏത് പോയിന്റ് വരെ ഇവർ പേ ചെയ്യാൻ തയ്യാറാണ്, അത് നമ്മൾ കണ്ടെത്താം. അതിനുശേഷം ഓരോന്നും ഇവരെന്തിനൊക്കെയാണ് വാല്യൂ കൊടുക്കുന്നത്. ചില കസ്റ്റമേഴ്സ് ഇപ്പോൾ നേരത്തെ ഉദാഹരണം പറഞ്ഞ പോലെ വലിയ ഡിസ്പ്ലേക്ക് വാല്യൂ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ഏറ്റവും ലോ സെഗ്മെൻറ്റിൽ വെക്കാതെ കുറച്ച് ഹൈ സെഗ്മെൻറ്റിൽ വെക്കുക. പിന്നെ അതുപോലെ തന്നെ കൂടുതൽ ക്യാമറയുടെ സൂമിങ്, ഇതിനൊക്കെ കസ്റ്റമേഴ്സ് നല്ല രീതിയിൽ വാല്യൂ കൽപ്പിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ടോപ്പിലായിരിക്കണം. ഞാനിത് ഉദാഹരണം പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു തന്നതാണ്. ഇതേപോലെ തന്നെ നമ്മൾ കണ്ടുപിടിക്കണം, നമ്മളുടെ പ്രൈസ് റേഞ്ച് ആദ്യം കണ്ടെത്തണം. അതിനുശേഷം അവിടെ എന്താണ് ഈ കസ്റ്റമേഴ്സ് വാല്യൂ കൊടുക്കണം, ആ വാല്യൂ എന്താണ്, എന്ത് വാല്യൂ അവർക്ക് കൂടുതൽ കൊടുത്താലാണ് അവർ കൂടുതൽ വില തന്ന് ആ രണ്ടാമത്തെ സെഗ്മെൻറ്റോ മൂന്നാമത്തെ സെഗ്മെൻറ്റോ എടുക്കാൻ സാധിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ചിലവരൊക്കെ ചെയ്യണം കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് ഈ ജ്വല്ലറി മേഖലയിലൊക്കെ ഉള്ളവർ ഏറ്റവും കുറഞ്ഞ വിലയുടെ ആഭരണങ്ങൾ അത്ര ഭംഗിയില്ലാതെ അവർ പർപ്പസ്ഫുള്ളി അങ്ങനെ മേക്ക് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയ്യർ ഇതിലേക്കുള്ളതിന് കുറച്ചും കൂടി അട്രാക്ഷൻ കൊണ്ടുവരാൻ വേണ്ടി കുറച്ച് ഭംഗി കുറച്ചിട്ട് രണ്ടാമത്തതിനോ മൂന്നാമത്തെ സെഗ്മെൻറ്റിനോ അവർ ഭംഗി കൂട്ടും. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ പേയ്മെൻറ്റ് തരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആ ഏറ്റവും നല്ല ഭംഗിയുള്ള ഓർണമെൻറ്റ് തന്നെ വാങ്ങിക്കാം, കൂടുതൽ പേയ്മെൻറ്റ് തന്നുകൊണ്ട്. ഇനി അതല്ല ഒരാളുടെ അടുത്ത് അത്ര പേയ്മെൻറ്റ് ഇല്ല എന്നാൽ അവർക്കൊരു ആഭരണം വേണമെന്ന് താനും, അങ്ങനെയുള്ളവർക്ക് ഏറ്റവും ലോവർ സെഗ്മെൻറ്റ് നമുക്ക് വെക്കാൻ പറ്റും. അതായത് പല റേഞ്ചിലുള്ള കസ്റ്റമേഴ്സിനെ നമ്മുടെ ഷോപ്പിലേക്കോ നമ്മുടെ സ്ഥാപനത്തിലേക്കോ നമ്മുടെ ബിസിനസ്സിലേക്കോ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രൈസ് ഡിഫറൻസിയേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യണത്. പ്രൈസ് ഡിഫറൻസിയേഷൻ എന്നാണ് ഇതിനെ ടെക്നിക്കലി പറയണത്. അപ്പോൾ ഇങ്ങനത്തെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുള്ള പ്രൈസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ നേരത്ത് നമുക്ക് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ എണ്ണം കസ്റ്റമേഴ്സിനെ നമ്മുടെ ബിസിനസ്സിലേക്ക് ആകർഷിക്കാം. കുറഞ്ഞ വില പിക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് കുറഞ്ഞ വിലയിലും, മിഡ് റേഞ്ചിലുള്ളവർക്ക് മിഡും, ഹൈ ഉള്ളവർക്ക് ഹൈയും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി ഇത് ബിസിനസ് ഓൾറെഡി ഉള്ളവർക്കാണ്. ഇനി നിങ്ങൾ പുതിയൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. പ്രൊഡക്റ്റ് അങ്ങനെ എന്താ പറയുക, മാർക്കറ്റിൽ അധികം അങ്ങനെ വന്നു തുടങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ കുറച്ച് പേരൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി അതല്ല, മാർക്കറ്റിലുള്ള പ്രൊഡക്റ്റ് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ പുതിയതായിട്ടൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്, എന്ത് വിലക്ക് വിൽക്കണമെന്നുള്ളത് അറിയില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമർ ബേസിനെ സർവേ എടുക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ ഉള്ളവരോട് സർവേ എടുക്കുക. സർവേക്കുള്ള ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാളോട് പോയി, ഇപ്പോൾ ഒരു ഉദാഹരണം
ഞാനൊരു ഷർട്ടിൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം, ഈ ഷർട്ടിന് നിങ്ങൾ എത്ര രൂപ പേയ്മെൻറ്റ് തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കറക്റ്റായിട്ട് അത് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അവർ പറയുന്നതിനേക്കാൾ കുറച്ചായിരിക്കാം അവർ യഥാർത്ഥത്തിൽ പേയ്മെൻറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ അവർ പറയുന്നതിനേക്കാൾ നല്ല ടോപ്പിലായിരിക്കും അവർ ശരിക്കും. ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷനാണ്, ഒരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യനാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ സർവേക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ സർവേ നമുക്ക് നല്ല രീതിയിൽ സർവേ നടത്തണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇതിന് എത്ര രൂപ തരുമെന്നല്ല നമ്മൾ അവരോട് ചോദിക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണം, നിങ്ങൾ ഷർട്ടിൻ്റെ ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ കൂട്ടിയിട്ട് ഏതെങ്കിലും ഒരു ഷോപ്പിൽ ചെല്ലാം, എന്നിട്ട് ഒരു 1000 രൂപ 2000 രൂപ 3000 രൂപ നിങ്ങളൊരു പേയ്മെൻ്റ് ആയിട്ട് അവർക്ക് കൊടുക്കുക. എന്നിട്ട് അവരോട് ഷോപ്പ് ചെയ്യാൻ പറയാം. അവരുടെ ഏതെങ്കിലും ഒരു ഇപ്പോൾ ബർത്ത്ഡേക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാരേജ് ഫംഗ്ഷന് പങ്കെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, അവരോട് പേയ്മെൻറ്റ് കൊടുത്തിട്ട് ഷോപ്പ് ചെയ്യാൻ പറയാം. റെഗുലർലി അവരെങ്ങനെയാണ് ഷോപ്പ് ചെയ്യണം അതുപോലെ തന്നെ അവരോടൊന്ന് ഷോപ്പ് ചെയ്യാൻ പറയാം. അപ്പോൾ അവരേതാ പിക്ക് ചെയ്യണമെന്ന് നോക്കാം, എന്തുകൊണ്ട് അവരത് പിക്ക് ചെയ്തു, അതിൻ്റെ റീസൺസും കാര്യങ്ങളും എല്ലാം നമ്മൾ എഴുതിയിരിക്കുക. അങ്ങനെ 2-3 പേരെങ്കിലും വെച്ചിട്ട് നമ്മൾ ചെറിയൊരു സർവേ നടത്താൻ നേരത്തെ നമുക്ക് ഏറെക്കുറെ കറക്റ്റ് പ്രൈസ് അവിടെ മനസ്സിലാവും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ സർവേ നടത്തുമ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് ചോദിക്കരുത് ഇന്നതിന് എത്ര രൂപ നിങ്ങൾ പേയ്മെൻറ്റ് കൊടുക്കും. ശരിക്കും പറഞ്ഞാൽ അവർ അതിനേക്കാൾ കൂടുതൽ പേയ്മെൻറ്റ് കൊടുക്കാൻ തയ്യാറായിരിക്കും. പിന്നെ അതുപോലെ തന്നെ സർവേയുടെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയതാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ സെർച്ച് ചെയ്യുക. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ഇതിന് എത്ര രൂപയ്ക്കാണ് സെല്ല് ചെയ്യുന്നത് എന്നുള്ളത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അധികം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും ഏറ്റവും ലോ പ്രൈസിൻ്റെ ഒരു ടെക്നിക്കാണ് അവർ ചെയ്യണത്. ഈ ലോ പ്രൈസിൻ്റെ ടെക്നിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലോവസ്റ്റ് പ്രൈസ് അല്ല ഒരിക്കലും റൈറ്റ് പ്രൈസ്. പ്രോഫിറ്റബിൾ ആയിട്ടുള്ള റൈറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ലോവസ്റ്റ് പ്രൈസ് ആയിരിക്കില്ല. അത് ഞാൻ ഈ പറഞ്ഞ പ്രൈസ് റേഞ്ചിൻ്റെ എവിടെയായിരിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആവറേജ് എടുക്കാം. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ ആവറേജ് എടുക്കാം. പിന്നെ നിങ്ങളുടെ സുഹൃത്തിൻ്റെ അടുത്ത് ഡയറക്റ്റ് ചോദിക്കാതെ അവരുടെ സുഹൃത്ത് എത്ര രൂപ വരെ ഇതിനൊക്കെ സ്പെൻഡ് ചെയ്യും, അവരുടെ പരിചയത്തിലുള്ളവർ എത്ര രൂപ വരെയൊക്കെ സ്പെൻഡ് ചെയ്യുമെന്ന് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. ഡയറക്റ്റ് ഒരാളുടെ അടുത്ത് ചോദിക്കാൻ നേരത്തെ അധിക സമയവും അത് ഒരു ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ കിട്ടിക്കോളണമെന്നില്ല. ഒന്നുമില്ല പേയ്മെൻറ്റ് കൊടുത്തിട്ട് അവരോട് ഷോപ്പ് ചെയ്യാൻ പറയുക, അല്ലെങ്കിൽ അവർ ഷോപ്പ് ചെയ്യുന്ന ടൈമിൽ അവരെ നിരീക്ഷിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ അടുത്ത് ഓപ്ഷനായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് പ്രൈസ് കിട്ടും. ഇനി നിങ്ങൾ ചില സർവീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യണവർക്ക് പറ്റുന്ന ചില അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തുടക്കം തന്നെ ഒരു പ്രൈസ് വെക്കും. അങ്ങനെ പ്രൈസ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവർക്ക് അത് കൂട്ടാൻ പറ്റില്ല. കാരണം അവരുടെ കസ്റ്റമർ ഈ പ്രൈസ് കണ്ട് അതിൽ നിന്ന് 1 രൂപ പോലും കൂട്ടാൻ പറ്റാത്തൊരവസ്ഥയിൽ വന്ന ആളുകളുണ്ട്. എന്നാൽ ആ പ്രൈസിലിട്ട് അവർക്ക് ഓടിക്കാനും പറ്റില്ല. മാർക്കറ്റ് പിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് തുടക്ക സമയത്ത് അങ്ങനെ പ്രൈസ് സെറ്റ് ചെയ്തത്. ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് അങ്ങനെ തന്നെ ആ സെയിം പ്രൈസിൽ നിർത്തിക്കൊണ്ട് വരാനിരിക്കുന്ന പുതിയ കസ്റ്റമേഴ്സിന് കൂടുതൽ ഇത് ചാർജ് ചെയ്യുക, കൂടുതലായിട്ട് ചാർജ് ചെയ്ത് തുടങ്ങുക. അല്ലെങ്കിൽ ആ ബിസിനസ് നല്ല രീതിയിൽ റൺ ചെയ്ത് പോകാൻ പറ്റില്ല. പിന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ ഡിഫറെൻറ്റ് പ്രൈസ് സെഗ്മെൻറ്റുകൾ കൊടുക്കുക. പഴയ പ്രൈസ് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന് ചില സർവീസുകളൊക്കെ ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. ഇന്ന സർവീസുകൾ കിട്ടണമെങ്കിൽ ഇത്ര പ്രൈസിൻ്റെ ഈ പ്ലാൻ എടുക്കണം, അല്ലെങ്കിൽ കൂടുതൽ സർവീസ് കിട്ടണമെങ്കിൽ അതിനേക്കാൾ പ്രീമിയം പ്ലാനാണ് അത് എടുക്കണം. അങ്ങനെ ഡിഫറെൻറ്റ് പ്രൈസ് റേഞ്ചുകൾ സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊക്കെയാണ് ഓപ്ഷൻ. പ്രൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടൊന്നും തീരുന്നില്ല, ഒരുപാട് കാര്യങ്ങൾ അതിൽ പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇൻഡസ്ട്രി ഏതാണോ, നിങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ തന്നെ പരീക്ഷണങ്ങൾ നടത്താമെന്നുള്ളതാണ്. നിങ്ങളുടെ ഷോപ്പാണെങ്കിൽ സാധാരണ നിങ്ങൾ സെറ്റ് ചെയ്ത പ്രൈസിനേക്കാൾ കുറച്ച് കൂട്ടി നോക്കുക, കുറച്ച് നോക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ പരീക്ഷണങ്ങൾ നടത്താൻ നേരത്ത് നമുക്ക് കറക്റ്റ് പ്രൈസ് പോയിൻറ്റ്, പ്രോഫിറ്റബിൾ ആയിട്ടുള്ള പ്രൈസ് പോയിൻറ്റ് നമുക്ക് കിട്ടും. ആ പരീക്ഷണത്തിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ നമുക്ക് കുറച്ച് നഷ്ടം വന്നേക്കാം. പക്ഷേ ഭാവിയിൽ നമ്മൾ ആ കറക്റ്റ് പ്രൈസ് പോയിൻറ്റ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് നല്ല രീതിയിൽ ലാഭം ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഒരിക്കലും ലോവസ്റ്റ് പ്രൈസ് അല്ല റൈറ്റ് പ്രോഫിറ്റബിൾ പ്രൈസ്. അത് ആ പ്രൈസ് റേഞ്ചിൻ്റെ എവിടെയോ കിടക്കുന്ന ഒരു പോയിൻ്റാണ്. ആ പോയിൻ്റ് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മളുടെ ഗോള്. അപ്പോൾ ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.